it's time to shift our focus. Nimisha Priya, 37-year-old woman who is currently in jail in Yemen's capital city, Sana'a, which is under the Houthi control. The nurse, who hails from Kolingod in Palakkad district in Kerala, was found guilty of murdering a Yemeni citizen in July 2017 by a trial court in the year 2020. The death sentence imposed on Indian nurse Nimisha Priya by a court in Yemen has been controlled by the Houthis and has not been ratified by the President Rashid Al-Ami. Yemen's embassy has issued a statement clarifying that the case did not have the approval of Rashid Al-Ami and the chairman of the Presidential Leadership Council, and the case had been entirely handled by the Iran-backed Houthis. Yemen's Supreme Judicial Council upheld the court's decision and sentenced her to death in 2024. Ministry of External Affairs spokesperson on Randeep Jaiswal has said that the government is extending all possible help and is closely following the developments in the case. Now, my colleague Belly has spoken to Nimisha Priya's husband. Let's cut across to take a look at that exclusive conversation. I am joined by Nimisha Priya's husband, Tommy Thomas, with me here in Todupuzha in Kerala. So right now the situation is critical, where your wife's execution order has been signed by the Yemeni president, and according to the media reports that she would be executed in about less than 30 days. So what is your mental situation as a husband? Ningada manasiga avastha ഇപ്പം എന്താണെന്ന് വെച്ചാൽ യമൻ പ്രസിഡന്റ് എക്സിക്യൂഷൻ ഓർഡറിനെ സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇനി 30 ദിവസത്തിനേക്കാൾ കുറച്ച് കാലാവധിയേ ഉള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മാനസിക അവസ്ഥ എന്താ? മാനസികാവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ ഓൾറെഡി. കാരണം അങ്ങനെ ഒരു പ്രസിഡന്റ് സൈൻ ചെയ്തെന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ നമ്മൾ ബുദ്ധിമുട്ടി തന്നെയാണ്. പിന്നെ ഓൾറെഡി ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വന്ന ഒരു ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്തുള്ളതാണ് ആ ഒരു വാർത്ത. പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര ഗവൺമെൻറ്റിലെ എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സംഘടന, അവർ 5 വർഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഫലം കാണാൻ 5 വർഷം വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അതിൻ്റെ സാഹചര്യം ഓൾറെഡി യമനിൽ യുദ്ധമാണ്, അവിടെ എംബസി ഇല്ല, ഗവൺമെൻറ് ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, പിന്നെ നമ്മളൊക്കെ അവിടെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ യുദ്ധം കൂടെ ആകുമ്പോൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നിരുന്നാലും അതുകൊണ്ടാണ് കാലതാമസങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ പോലും ഓൾറെഡി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ ഭംഗിയാവുന്ന ആശ്വാസത്തിൽ ഇരുന്നൊരു ടൈമായിരുന്നു. ഈ ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ ഒരു ഇത് വന്നപ്പം, പ്രസിഡൻ്റെ സൈൻ വന്നു, 1 മാസത്തെ ടൈം പറഞ്ഞപ്പം വല്ലാത്ത വിഷമമായിപ്പോൾ. അതിപ്പം ഇതിനകത്ത് ഇടപെടുന്നവരും ഇത് കേട്ടിട്ടുള്ളവരും എല്ലാവർക്കും അതുണ്ട്. പക്ഷേ ഞാൻ ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ യമനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കൂടെ ക്രോഡീകരിച്ച് ഒരു ലെവലിലെത്തി പെട്ടെന്ന് സ്പീഡപ്പ് വർക്കായിരിക്കും. നമ്മൾ പറ്റാതെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആണെങ്കിലും ആ ടൈമിൽ നിന്നാൽ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾറെഡി എല്ലാവരും അതിശക്തമായിട്ട് തന്നെ സ്പീഡപ്പ് ആകായിട്ട് ഇതിനകത്ത് ഇടപെട്ട് നിമിഷപ്രിയയെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. What Tommy Thomas says is that he's very much sad and disappointed when he heard the news of this particular Yemen president signing the execution order of his wife. So there was kind of hopes earlier that she would certainly come back after the work of the International Action Council for about 5 years and the Ministry of External Affairs working in tandem, and the Indian embassy in Yemen and a lawyer hired by the embassy also working towards securing the release of his wife. But however, it is a war and there is no government in Yemen, and these are the things that has caused delay of his wife getting securing a release order from there. I'm joined